ഇന്ത്യൻ അർബൻ സിറ്റികളിൽ മുഴുവനും പാനിക്കായി. ആ സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, അമേരിക്കയോട് മോദി കളിക്കുന്നത് സൂക്ഷിച്ച് കളിക്കണം. അവൻ്റെ കയ്യിലാണ് പവർ. അവൻ ഇന്ത്യയെ നശിപ്പിക്കാൻ സാധിക്കും, ലോങ് ടൈമിലും ഷോർട്ട് ടൈമിലും. ഈ പറഞ്ഞ ഒരൊറ്റ തീരുമാനത്തിൽ എന്താ പെട്ടെന്നുണ്ടായത്? ഏകദേശം 2000-3000 ടിക്കറ്റുകളാണ് അമേരിക്ക എന്ന് ദുർഗാപൂജയൊക്കെ നടക്കുക. അതിൻ്റെ സമയമാണ്, ഇന്ത്യയിലൊരു വെക്കേഷൻ ടൈമാണ് വരാൻ പോകുന്നത്. എന്താ പെട്ടെന്ന് ക്യാൻസൽ ചെയ്തത്? എന്നെ ഒന്ന് പഠിപ്പിച്ച എന്താ പെട്ടെന്ന് ആൾക്കാർ ക്യാൻസൽ ചെയ്തത്? ഫ്ലൈറ്റിനകത്ത് കയറി ആൾക്കാർ. അപ്പോഴാണ് അവർക്ക് വാട്സപ്പിൽ ഈ മെസ്സേജ് കിട്ടുന്നത്. മൈക്രോസോഫ്റ്റും മെറ്റയും മറ്റുള്ള കമ്പനികളെല്ലാം പറയുന്നു പെട്ടെന്ന് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ ജോലി പോകും, അല്ലെങ്കിൽ തിരിച്ചു വരവ് നടക്കില്ല. ഫ്ലൈറ്റ് ബോർഡ് ചെയ്തവർ അത് ആലോചിച്ച് നോക്കി ഇറങ്ങുക. അതും അതായത് എമിറേറ്റ്സ് ഫ്ലൈറ്റ് സാൻ ഫ്രാൻസിസ്കോയിൽ ഉണ്ടായ സംഭവം. ഏകദേശം ഫ്ലൈറ്റ് മുഴുവനും ബോർഡ് ചെയ്ത് എൻ്റെ 40ഓളം ഫാമിലിയാണ് ഇറങ്ങിയേക്കുന്നത്. ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുക റിപ്പോർട്ടുകൾ. ഇവിടെ സംഘപരിവാറും ചാണകത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം നമ്മൾ എങ്ങോട്ടാണ് ഇത് പോകുന്നത്. ഇതാണ് മോദി കാണിച്ച ബ്ലണ്ടർ എന്ന് പറയുന്നത്. ഇപ്പം അതിൻ്റെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ഒരാളുടെ കമൻറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് പറയാം, ആദ്യമായിട്ട് ഇന്ത്യയിലെ ഇഷ്യൂ ഞാനാണ് റൈസ് ചെയ്തത്. അതായത് ഇന്ത്യയിൽ ഇഷ്യൂ ഞാനത് റൈസ് ചെയ്തത്. കാരണം എനിക്ക് ഈ പറയുന്ന ടാരിഫുമായത് പ്യൂണിറ്റീവ് ടാരിഫ് കിട്ടിയപ്പോഴേ എനിക്ക് പിടികിട്ടി. ട്രംപും മോഡിയും ഉടക്കുണ്ടായപ്പോഴേ എനിക്ക് പിടികിട്ടി ശരിക്കും അമേരിക്ക ഇന്ത്യക്കും മോദിക്കും പണി തരും.